ഹായ് ഫ്രണ്ട്സ്, എല്ലാവർക്കും പുതിയൊരു വീഡിയോയിലേക്ക് സ്വാഗതം. ഇന്ന് നമ്മൾ ഉണ്ടാക്കാൻ പോകുന്നത് നാടൻ നെല്ലിക്ക അച്ചാറാണ്. നമ്മൾ മലയാളികൾക്ക് എത്ര തരം കറികളുണ്ടെങ്കിലും ഭക്ഷണത്തിന്റെ കൂടെ ഒരു അച്ചാർ നിർബന്ധമാണ്. കടയിൽ നിന്നും കിട്ടുന്ന അതേ ടേസ്റ്റിൽ നമുക്ക് വീട്ടിൽ തന്നെ നെല്ലിക്ക അച്ചാർ എങ്ങനെ തയ്യാറാക്കാമെന്ന് നോക്കാം. അതിനു മുമ്പായി നിങ്ങൾ ആദ്യമായിട്ടാണ് വീഡിയോ കാണുന്നതെങ്കിൽ ചാനൽ സബ്സ്ക്രൈബ് ചെയ്യുക, തൊട്ടുവരുന്ന ബെല്ലൈക്കൻ ക്ലിക്ക് ചെയ്ത് ആൾ നോട്ടിഫിക്കേഷൻ ഓൺ ചെയ്ത് വയ്ക്കുക. എന്നാൽ നമ്മുടെ ചാനലിൽ നിന്ന് അപ്ലോഡ് ചെയ്യുന്ന വ്യത്യസ്തമായ കുക്കിംഗ് വീഡിയോകളൊക്കെ നിങ്ങൾക്ക് മിസ്സാവാതെ കാണാം. അച്ചാർ ഉണ്ടാക്കാനായി നെല്ലിക്ക നന്നായിട്ട് വെള്ളത്തിലിട്ട് കഴുകിയെടുക്കുക. അതിനുശേഷം ഒരു ടവലോ തുണിയോ ഉപയോഗിച്ച് ഇതിലുള്ള വെള്ളങ്ങളൊക്കെ തുടച്ച് വൃത്തിയാക്കിയെടുക്കുക. പിന്നെ വേണ്ടത് വെളുത്തുള്ളിയാണ്, 2 അല്ലി വെളുത്തുള്ളി. അതിനുശേഷം കരിവേപ്പില താളിക്കാൻ ആവശ്യമായത്. പിന്നെ വേണ്ടത് കായത്തിന്റെ പൊടിയാണ്. കായം വാങ്ങി വറുത്ത് പൊടിച്ചാലും മതി, അല്ലെങ്കിൽ ഇതുപോലെയുള്ള ഡപ്പി കിട്ടും, അത് വാങ്ങിയാൽ മതി. പിന്നെ കാശ്മീരി ചില്ലിയാണ് ഞാൻ ഇവിടെ എടുത്തിരിക്കുന്നത്. പിന്നെ ആവശ്യത്തിനുള്ള കടുക്, പിന്നെ ഉലുവ പൊടിച്ചത്, പിന്നെ നല്ലെണ്ണയാണ് നമുക്ക് അച്ചാർ ഉണ്ടാക്കാൻ അത്യാവശ്യമായി വേണ്ടത്. ഓയിലൊന്നും ഉപയോഗിക്കരുത്, വെളിച്ചെണ്ണയോ ഓയിലോ മറ്റുള്ള ഓയിലുകളൊന്നും ഉപയോഗിക്കരുത്, നല്ലെണ്ണ തന്നെ ഉപയോഗിക്കുക. ഇനി നമുക്ക് ഈ നെല്ലിക്ക ഒന്ന് ഫ്രൈ ചെയ്തെടുക്കാം. നല്ലെണ്ണയിൽ ഫ്രൈ ചെയ്തെടുക്കുക. ചെറിയ തീയിലിട്ട് നന്നായിട്ട് ഫ്രൈ ചെയ്തെടുക്കുക. നെല്ലിക്കയിൽ ഒരു തുള്ളി വെള്ളം പോലും ഉണ്ടാകരുത്. വെള്ളമില്ലാതെ നന്നായിട്ട് തുടച്ചെടുക്കുക. അതിനുശേഷം നമുക്ക് ഫ്രൈ ചെയ്തെടുക്കാം. കുറച്ച് നേരം ഫ്രൈ ചെയ്യുമ്പോൾ അതിൻ്റെ കളറൊക്കെ ഒന്ന് മാറി വരും, ചെറിയ ചുവപ്പ് കളർ വരും. ആ സമയത്ത് നമുക്ക് കോരിയെടുത്താൽ മാത്രം മതി. ഇപ്പം ഏകദേശം ചുവപ്പ് കളർ വന്നിട്ടുണ്ട്. നമുക്കത് കോരിയെടുക്കാം. കോരി വേറൊരു ബൗളിലേക്ക് മാറ്റി വയ്ക്കുക. അമർത്തുമ്പോൾ പെട്ടെന്ന് പൊട്ടി വരും, അതാണ് അതിന്റെ പരുവം. നല്ല സ്മൂത്തായി കിട്ടും. നെല്ലിക്കെല്ലാം കോരി മാറ്റിയതിന് ശേഷം നമുക്ക് അതേ എണ്ണയിൽ തന്നെ കടുക് തളിക്കാം. 1 ടേബിൾ സ്പൂൺ കടുക് ഇട്ട് കൊടുക്കുക. കടുകൊന്ന് പൊട്ടി വരുമ്പോൾ വെളുത്തുള്ളി അല്ലി അതിലേക്ക് ഇട്ട് കൊടുക്കുക. ഇനി ഇതിലേക്ക് കരിവേപ്പില ഇട്ട് കൊടുക്കാം. അതൊന്ന് ചെറുതായിട്ട് റോസ്റ്റ് ചെയ്യുക. ഇനി അടുപ്പിലെ തീ ഓഫ് ചെയ്യുക. അതിനുശേഷം നമുക്ക് മുളക് പൊടി മറ്റുള്ള പൊടികളൊക്കെ ചേർക്കാം, അല്ലെങ്കിൽ പെട്ടെന്ന് കരിഞ്ഞു പോകാൻ സാധ്യതയുണ്ട്. ഞാനിവിടെ കാശ്മീരി ചില്ലി പൗഡർ എടുത്തിരിക്കുന്നത്. നിങ്ങൾക്ക് വേണമെങ്കിൽ കാശ്മീരി ചില്ലി പൗഡർ ഉപയോഗിക്കാം, അല്ലെങ്കിൽ സാധാ മുളക് പൊടി ഉപയോഗിച്ചാലും മതി. കാശ്മീരി ചില്ലി ആകുമ്പോൾ എരിവ് കുറവായിരിക്കും, മുളക് പൊടി കൂടുതലിടേണ്ടി വരും, നല്ല കളറും കിട്ടും. നമ്മുടെ സാധാരണ മുളക് പൊടി ആകുമ്പോൾ ഇതിൻ്റെ പകുതി ഇട്ടാൽ മതി, എരിവുണ്ടാവും, കളറ് കുറച്ച് കുറഞ്ഞിരിക്കുന്നു മാത്രമേ ഉള്ളൂ. ഇനി ആവശ്യത്തിനുള്ള ഉപ്പ് ഇട്ട് കൊടുക്കുക. ഉപ്പും മുളകും അച്ചാറിന് പാകത്തിനിടണ്ട, കുറച്ചും കൂടി കൂടുതൽ ഇരുന്നോട്ടെ. ഉപ്പും മുളകും കുറച്ച് മുന്തിയിരിക്കണം. അച്ചാറൊക്കെ പിടിച്ചു വരുമ്പോൾ ഉപ്പും മുളകൊക്കെ ചിലപ്പോൾ കുറഞ്ഞിരിക്കും. അപ്പോൾ അതിനു വേണ്ടി അച്ചാറിനൊക്കെ നന്നായി കൂടുതൽ വേണം. ഇനി ഇതിലേക്ക് കായത്തിന്റെ പൊടി 1/2 ടീസ്പൂൺ ഇട്ട് കൊടുക്കുക. തീ ഓഫ് ചെയ്യണം. ഓഫ് ചെയ്തിട്ട് വേണം ഇതൊക്കെ ചെയ്യാൻ, അല്ലെങ്കിൽ പെട്ടെന്ന് ഇതൊക്കെ പൊടികളൊക്കെ കരിഞ്ഞു പോകും, പിന്നെ കഴിക്കാൻ തുടങ്ങും. ഇതിലിപ്പോൾ എണ്ണ ചൂടായിട്ടുള്ളത് കൊണ്ട് പെട്ടെന്ന് അതിൻ്റെ പച്ചമുളകൊക്കെ മാറി കിട്ടും. തിളച്ച എണ്ണയാണ്, നമ്മൾ നെല്ലിക്കൊക്കെ വറുത്ത് കോരിയ എണ്ണയാണ്, അതുകൊണ്ട് തന്നെ നല്ല ചൂടുണ്ടാവും. ഇനി ഇതിലേക്ക് നെല്ലിക്ക ഇട്ട് കൊടുക്കുക. നെല്ലിക്ക ഇട്ട് നന്നായിട്ട് ഈ മസാലയൊക്കെ ആയിട്ട് നന്നായി യോജിപ്പിച്ച് കൊടുക്കുക.
ഇനി ഇതിലേക്ക് ഉലുവാപ്പൊടി ചേർത്ത് കൊടുക്കുക. ഒരു 3/4 ടീസ്പൂൺ ഉലുവാപ്പൊടി. ഉലുവ വറുത്ത് പൊടിച്ചതാണത്. അതിലേക്ക് ചേർത്ത് നന്നായി യോജിപ്പിച്ചു കൊടുക്കുക. ആദ്യം തന്നെ ഉലുവപ്പൊടി ഇട്ട് കഴിഞ്ഞാൽ ചിലപ്പോൾ കഴിക്കാൻ തുടങ്ങും. അപ്പോൾ അതിനുവേണ്ടി അവസാനം ഉലുവപ്പൊടി ഇട്ട് കൊടുത്താൽ മതി. അച്ചാർ ഇങ്ങനെ തന്നെ വേണമെങ്കിൽ ഉപയോഗിക്കാം. ഇനി നമുക്ക് അച്ചാറിന് ചാറ് വേണമെന്നുണ്ടെങ്കിൽ തിളപ്പിച്ച ആറിയ വെള്ളം ഒഴിച്ചു കൊടുത്താൽ മതി. അത് കുറേശ്ശെ ഒഴിച്ചു കൊടുത്ത് നമുക്ക് മിക്സ് ചെയ്താൽ മാത്രം മതി. പച്ചവെള്ളം ഒഴിക്കരുത്. പച്ചവെള്ളം ഒഴിച്ചു കഴിഞ്ഞാൽ പെട്ടെന്ന് അച്ചാർ കേട് വന്നു പോകും. തിളപ്പിച്ച വെള്ളം ആറിയത് ഒഴിച്ചാൽ മതി. അതിനുശേഷം നന്നായിട്ട് മിക്സ് ചെയ്ത് കൊടുക്കുക. ഈ സമയത്ത് തീ മീഡിയം ആക്കി വെക്കുക. എന്നിട്ട് നമുക്ക് ഇതൊക്കെ യോജിപ്പിച്ചു കൊടുക്കാം. ഇനി ഇതിലേക്ക് 2 ടേബിൾ സ്പൂൺ വിനാഗിരി ഒഴിച്ചു കൊടുക്കുക. അച്ചാർ കേടാകാതിരിക്കാൻ വേണ്ടിയിട്ടാണ് ഇത് ഒഴിക്കുന്നത്. കൂടുതൽ വേണ്ട, 2 ടേബിൾ സ്പൂൺ ഒഴിച്ചാൽ മതി. ഇനി നന്നായിട്ടൊന്ന് മിക്സ് ചെയ്ത് കൊടുക്കുക. ഇതൊരു 15 ദിവസം കഴിഞ്ഞിട്ട് നമുക്ക് അച്ചാർ ഉപയോഗിക്കുകയാണെങ്കിൽ വളരെ ടേസ്റ്റ് ആയിരിക്കും. അപ്പോഴേക്കും അതിൻ്റെ ഉപ്പും മുളകൊക്കെ നന്നായി പിടിച്ചിട്ടുണ്ടാവും. എത്ര എടുത്തു വെക്കണോ അത്രയും ടേസ്റ്റാണ്. 1 വർഷം വരെ നമുക്കിത് എടുത്തു വെച്ച് കുപ്പിയിലൊക്കെ എടുത്തു വെക്കാൻ പറ്റും. കുപ്പിയിലോ ഭരണിയിലോ ഒക്കെ ഇടാം. പ്ലാസ്റ്റിക് പാത്രത്തിലിട്ട് കഴിഞ്ഞാൽ ചിലപ്പോൾ പെട്ടെന്ന് കേടായി പോകും. അതുകൊണ്ട് നിങ്ങൾ കുപ്പിൻ്റെ പാത്രങ്ങളിൽ, കുപ്പിൻ്റെ ചില്ല് പാത്രം അങ്ങനെയുള്ളതിൽ എടുത്തു വെച്ചാൽ മതി. അപ്പോൾ ഇത്രയേ ഉള്ളൂ. നെല്ലിക്ക അച്ചാർ തയ്യാറായി കഴിഞ്ഞു. വളരെ ഈസി ആയിട്ട് നിങ്ങൾക്ക് വീട്ടിൽ ഉണ്ടാക്കാൻ പറ്റുന്ന ഒരു അച്ചാറാണ്. കടയിൽ കിട്ടുന്ന അതേ ടേസ്റ്റ് നമുക്ക് ഉണ്ടാക്കാൻ പറ്റും. നിങ്ങൾക്ക് വീഡിയോ ഇഷ്ടപ്പെട്ടു എന്ന് കരുതുന്നു. നിങ്ങൾക്ക് വീഡിയോ ഇഷ്ടപ്പെട്ടിട്ടുണ്ടെങ്കിൽ നിങ്ങളുടെ സുഹൃത്തുക്കൾ കൂടി വീഡിയോ ഷെയർ ചെയ്ത് കൊടുക്കുക. അതുപോലെ തന്നെ നിങ്ങളുടെ അഭിപ്രായങ്ങൾ കമന്റ് ബോക്സിൽ അറിയിക്കുക. നിങ്ങൾ ആദ്യമായിട്ടാണ് വീഡിയോ കാണുന്നതെങ്കിൽ ഈ ചാനൽ സബ്സ്ക്രൈബ് ചെയ്ത് സപ്പോർട്ട് ചെയ്യുക. ഇതിലും നല്ല കിടിലൻ റെസിപ്പിയുമായി അടുത്തൊരു വീഡിയോയിൽ കാണാം. താങ്ക് യു ഫോർ വാച്ചിങ് വീഡിയോ. നന്ദി, നമസ്കാരം.